നമ്മളെ പ്ലാൻ ചെയ്തിട്ട് മാറിപ്പോയ സിനിമകളൊക്കെ ഉണ്ട്. കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന സിനിമയിൽ വാസു എന്ന് പറയുന്ന സായിച്ചേട്ടൻ ചെയ്ത ക്യാരക്ടറുണ്ട്. ഞാനത് ഇൻ്റർവ്യൂവിലൊന്നും പറയാത്തതാണ്, പക്ഷെ ചോദിച്ചോന്ന് പറയാണ്. അത് ഞാൻ ചെന്ന് എൻ്റെ മേക്കപ്പ് ടെസ്റ്റ് വരെ കഴിഞ്ഞതാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തോ വിളിയൊന്നും വന്നില്ല. പക്ഷെ ഞാനങ്ങനെ ഒരുപാട് സങ്കടപ്പെടുന്ന ഒരാളല്ല കേട്ടോ. ഞാനങ്ങനെ അയ്യോ അത് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരാളല്ല. ഇതൊക്കെ ഞാനൊക്കെ എന്താണ്, ഞാൻ 150 രൂപയ്ക്ക് 200 രൂപയ്ക്കൊക്കെ മിമിക്രിയും പറഞ്ഞ് നടന്ന ഒരാളാണ്, മനസ്സിലായില്ലേ? അയാളെ ഞാൻ മേലാൽ നോക്കൂ, എൻ്റെ ഒരു സിനിമയിൽ ഞാൻ അയാളെ അടുപ്പിക്കുകയാണ്. നമ്മളിതിനപ്പുറത്തുള്ള റോള് നമുക്ക് വരും, നമ്മളത് ചെയ്യും. ഇതിൻ്റെ കഥ ആദ്യമായിട്ട് വായിക്കുന്നത് ഷാജോൻ ചേട്ടനാണ്. അപ്പം ഞാനത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനകത്തുണ്ടോന്നല്ല നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പം നോക്കുമ്പോൾ ഹ്യൂമർ ക്യാരക്ടേഴ്സ് ആരുമില്ല. അപ്പം ഞാനില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് ഇൻട്രസ്റ്റിംഗ് സിനിമയായിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഇത് ഉഗ്ര സിനിമയായിരിക്കും കേട്ടോ എന്ന് പറയും. ഒരു ക്രിസ്മസ് വന്നാലോ ഓണം വന്നാലോ ഞാൻ സിനിമയിൽ ഞാൻ മെസ്സേജ് ചെയ്യുന്നൊരു 4-5 പേരേ ഉണ്ടാവുള്ളൂ. ഞാൻ ഒന്ന് മമ്മൂക്കയാണ്, ഫസ്റ്റ് മമ്മൂക്കയാണ്, പിന്നൊന്ന് പൃഥ്വിരാജാണ്, പിന്നൊന്ന് ദിലീപേട്ടനാണ്. താപ്പാനയ്ക്കൊക്കെ ഷൂട്ടിങ്ങിൽ ഇല്ലെങ്കിലും എന്നെ വിളിച്ചു വരുത്തും, ലൊക്കേഷനോട് വിളിച്ചു വരുത്തിട്ട് അവിടെ ഇരിക്കുന്ന പറഞ്ഞാൽ അവിടെ ഇരുത്തും, നമുക്ക് അവരോട് ഭക്ഷണം കഴിപ്പിക്കും. അതിപ്പോഴും നമുക്ക് അങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ എല്ലാവരും അത് തന്നെ. ഇപ്പോൾ അസീസൊക്കെ ആണെങ്കിലും പറയുന്നത് തന്നെയല്ലേ. ഹായ് ഹലോ വ്യൂവേഴ്സ്, സോ വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ആട്ടം എന്ന സിനിമ ഫെസ്റ്റിവലിലൊക്കെ ഭയങ്കരധികം പ്രതീക്ഷ നൽകുന്ന സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. തിയേറ്ററിലേക്ക് എത്തുകയാണ്. ജനുവരി 5-നാണ് ചിത്രം റിലീസാകുന്നത്. ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ഷാജോൻ ചേട്ടനുണ്ട്, സെറീനുണ്ട്. സോ ബോത്ത് ഓഫ് യു വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഈ ഒരു സിനിമയിൽ ഈ ആർട്ടിസ്റ്റായിട്ട് തന്നെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ അവിടെ ഫീൽ ചെയ്യുക? ശരിക്കും ഉള്ളിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ മൈൻഡ് പ്രോസസ്സ് എങ്ങനെയായിരിക്കും? ഞാൻ ഈ പറയുന്ന പോലെ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്ന ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. അതും ഡ്രാമയാണല്ലോ, സിനിമയും അല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചിങ് ഒരു പരിപാടിയായിരുന്നു ഇത്. ഒന്നാമത്തെ കാര്യം, വളരെ റയറായിട്ടാണ് ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് നമ്മളിലോട്ട് വരുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് പറയുന്നിട്ട് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് പോയൊരു സിനിമ ചെയ്യുന്നത് വളരെ അപൂർവമായിരിക്കും, പ്രത്യേകിച്ച് ഇതുപോലൊരു ക്യാരക്ടറൊക്കെ. അതങ്ങനെ പറയാൻ കാരണം, ഇത് കഥ പറയാൻ വന്നപ്പോൾ തന്നെ ആനന്ദ് പറഞ്ഞിരുന്നു റിഹേഴ്സലിന് വരണം. കാര്യം സ്റ്റേജ് ഡ്രാമ നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റിഹേഴ്സലിന് വന്നിട്ട് അത് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ മേലാത്ത പരിപാടികളൊക്കെ ചെയ്യാമെന്ന് പറയുന്ന പണ്ട് പോലെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ റെഡിയാന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുന്നു. അപ്പോൾ ഇവരെല്ലാവരും 10-18 വർഷമായിട്ട് പരിചയമുള്ളവരാണ്. വിനയും ഡയറക്ടർ ആനന്ദാണെങ്കിലും ബാക്കി ഒരു 10-11 പേരുള്ളവരെല്ലാം ഈ സിനിമയിലുള്ളത്. ഞാനും സാറിനും മാത്രമേ ഉള്ളൂ പുറത്തുനിന്നുള്ള. ഓഡീഷൻ ചെയ്ത ഒരേ ഒരാള് സാറിനാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒഴിച്ച് ഞങ്ങൾ രണ്ടുപേർക്കും ഉള്ള ക്യാരക്ടേഴ്സിന്റെ പേരുള്ളൂ. ബാക്കി എല്ലാവരും അവരുടെ ഓൺ പേരുകളിൽ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അതെ, എല്ലാവരും ആ പേര് തന്നെയാണ്. അപ്പം നമ്മൾ ചെല്ലുന്നു. അപ്പോൾ അവരുടെ ഒരു സ്റ്റൈലും ഡ്രാമയും കാര്യങ്ങളെല്ലാം അവർ നമുക്ക് വേണ്ടി അവർ പ്ലേ ചെയ്യുന്നു. അത് കണ്ട് നമ്മൾ പഠിക്കുന്നു. അപ്പം നമ്മുടെ താല്പര്യം നമുക്ക് എല്ലാവരും നമ്മളെ സംബന്ധിച്ച് ടീച്ചേഴ്സാണ്. അവരെല്ലാം കുറേ വർഷങ്ങളായിട്ട് സ്റ്റേജിൽ കിടന്ന് പറ്റുന്നവരാണ്. അപ്പം എല്ലാവരും നമ്മളെ സംബന്ധിച്ച് ടീച്ചേഴ്സാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നു. അങ്ങോട്ട് തിരുമ്പി ഇങ്ങനെ പറയണം. ഇപ്പോൾ ഡാൻസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. കുറച്ച് ഡാൻസ് ഒക്കെ മിക്സാണ് ഇതിൻ്റെ ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചൊരു പുതിയ അനുഭവമായിരുന്നു. പിന്നെ നമ്മൾ അവരിൽ ഒരാളായി അങ്ങ് മാറുകയായിരുന്നുള്ളതാണ്. അവരെങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് അതേപോലെയൊക്കെ നമ്മളും ഒക്കെ അങ്ങ് ആയി മാറി. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അതാണ് പറയുന്നത്, കുറേ നാളായി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. അതൊരു വലിയ സന്തോഷമാണ്. ക്രെഡിറ്റ് ഫുള്ള് ആനന്ദിനാണ് കേട്ടോ. ഡയറക്ടർ തന്നെ, റൈറ്റർ തന്നെയാണ്, രണ്ടും ആനന്ദ് തന്നെയാണ്. ആനന്ദിനാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് എല്ലാ കാര്യത്തിലും. ഇപ്പോൾ ഈ പ്രാക്ടീസിനെ പറ്റി ചോദിച്ചോളൂ. ഈ പ്രാക്ടീസും ഫസ്റ്റ് ടൈം തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തായിരുന്നു മെയിനായിട്ട്? ഫസ്റ്റ് ഓഫ് ഷൂട്ട് ആൻഡ് പ്രാക്ടീസ്. ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് നമ്മൾ ഇവർക്ക് പറഞ്ഞ പോലെ, ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാവർക്കും നല്ല പരിചയമുണ്ട്. ആൻഡ് എനിക്ക് ഷൂട്ട് ഇല്ലാത്ത സമയത്ത് ആനന്ദ് എന്നോട് പറഞ്ഞു, ലൈക്ക് ഷൂട്ടില്ലാത്ത സമയം സെറ്റിലേക്ക് വരിക, എല്ലാവരുടെയും കൂടെ മിങ്കിൾ ചെയ്യുക. കാരണം ആ റിലേഷൻഷിപ്പ്, ഇവർക്ക് ക്യാരക്ടേഴ്സിന് നല്ല പരിചയമുണ്ടല്ലോ. ആ പരിചയവും റിലേഷൻഷിപ്പും സ്ക്രീനിൽ കാണണമെങ്കിൽ അത് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യണം. ആൻഡ് നല്ല വെൽക്കമിങ് ഗ്രൂപ്പാണ് ഇവർ. ഇവരുടെ ഈ ടീമിൻ്റെ കൊളാബറേഷൻ്റെ സ്പിരിറ്റും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ ക്രിയേറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് ഈ പടത്തിലുണ്ടായിരുന്നു. അത് നമുക്ക് വേറെ പടത്തിലൊന്നും അങ്ങനെ അവസരം ഇല്ലല്ലോ. ആൻഡ് എനിക്ക് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. ലൈക്ക് 35-40 ദിവസത്തോളം റിഹേഴ്സൽ ഉണ്ടായിരുന്നു. സിനിമ ഫുള്ള് എല്ലാവർക്കും. ഞാനൊരു 3 ദിവസം ഡ്രാമ റിഹേഴ്സൽ ചെയ്യുന്നുള്ളൂ. ബാക്കി ഇവരെല്ലാം പുതിയ ആൾക്കാരായതുകൊണ്ട് ഇവരെ വെച്ചിട്ട് സെയിം ഈ സീൻസ് എല്ലാം ഷോട്ട് ബൈ ഷോട്ട് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ നമുക്കിപ്പോൾ ഈ സിനിമയിലെ ആർട്ടിസ്റ്റുകളെ കുറിച്ചാണല്ലോ പറയാം. അവരുടെ ഒരു ലൈഫും അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന ഒരു സംഭവം. അല്ലെങ്കിൽ ബീയിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒട്ടും എളുപ്പമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഡിഗ്രി പോലെ നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇന്ന സക്സസ് ആവും, നമുക്ക് ഇന്ന പോലെ ജോലി.
ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറഞ്ഞ ഒരു എലമെന്റിന്റെ ഒരു ത്രാസ ശരിക്കും. അപ്പോൾ ഈ ലൈഫിൽ ബീങ് എൻ ആർട്ടിസ്റ്റ് അത്ര എളുപ്പമാണോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ജേണിയിൽ എങ്ങനെയാണ് ബീങ് എൻ ആർട്ടിസ്റ്റ്? ഒന്നും എളുപ്പമല്ലല്ലോ, ഒന്നും എളുപ്പമല്ല. ഒരു ജോലി നമ്മളെ സംബന്ധിച്ച് ആരെ സംബന്ധിച്ച് എളുപ്പമല്ല. എല്ലാത്തിനും റിസ്ക് ഉള്ളതുപോലെ തന്നെ ഈ ഫീൽഡിലും റിസ്ക് ഉണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചൊരു ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിപ്പം സക്സസ് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല, നമുക്കൊരു ഹോപ്പ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും നമ്മളൊരു കാലിബർ നമ്മൾ തന്നെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കിതല്ല നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതിനപ്പുറത്തുള്ള റോള് നമുക്ക് വരും, നമ്മളത് ചെയ്യും. നമുക്ക് നമ്മൾ ആ ഇഷ്ടമുള്ള ആ ഒരു ഏരിയയിലോട്ട് നമ്മൾ ആ സ്റ്റേജിലോട്ട് നമ്മൾ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ നമ്മൾ. അതിലാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. കുറേ പേര് സക്സസ് ആവുന്നുണ്ട്, കുറേ പേര് കുറച്ച് ലേറ്റ് ആവും. പക്ഷെ നമ്മളൊരു 100% ഇതിനു വേണ്ടി നിന്നാൽ തീർച്ചയായിട്ടും സിനിമ നമുക്ക് തരും കേട്ടോ. നമ്മളൊരു 100% നമ്മളൊരു ജെന്യൂനായിട്ട് സിനിമയെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സിനിമ നമുക്ക് തരും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു പോസ്റ്റ് ഉണ്ടാണ് അതിനകത്ത്, അതായത് ഫസ്റ്റ് ഒരാളെ മീറ്റ് ചെയ്തപ്പോൾ, ഹസ്ബൻഡിൻ്റെ പോസ്റ്റാണ്, ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ സിനിമയെ കുറിച്ചാണ് എനിക്ക് സ്വപ്നം കണ്ടതെന്ന് പറഞ്ഞതും ഒരു 7 വർഷത്തൊരു സ്ട്രഗിൾ അല്ലെങ്കിൽ 7 വർഷത്തൊരു ജേണി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആട്ടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇപ്പോൾ ഷെയർ ചെയ്തപ്പോഴായിരുന്നു അങ്ങനെ UPSC സപ്പോസ് ടു ഡു UPSC ഇങ്ങനെ പഠിച്ച്, പിന്നെ അതെല്ലാം ഒരു ആക്ടിങ് സ്കൂളിൽ പോയിട്ട് ട്രെയിൻ ചെയ്യുന്നു. സോ ഇതിനെല്ലാം ഒരു ഡെസ്റ്റിനി ഉണ്ടല്ലോ, റൈറ്റ് പ്ലേസ് അറ്റ് റൈറ്റ് ടൈം എന്നൊക്കെ പറയുന്നത്. സോ എങ്ങനെയാ അത് ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് ഫസ്റ്റ് മൂവി? അതൊരു ഫുൾ സർക്കിൾ മൊമെന്റ് ആയിരുന്നു എനിക്ക്. കാരണം ഞാൻ കണ്ട് വളർന്ന് ആരാധിച്ച ഓരോ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്ക് ആ അവസരം കിട്ടിയത് ശരിക്കും ഒരു ഗൂസ് ബംപ്സ് മൊമെന്റ് ആണ്. ആൻഡ് അത് ആ അവസരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം ലൈക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ആൻഡ് ഇത് വേറൊരു പ്രോജക്റ്റ് പോലെ അല്ല എനിക്കും, ലൈക്ക് കുറച്ചുകൂടെ പേഴ്സണലാണ്. ഞാൻ ഇത്രയും ഇൻവോൾവ് ആയിട്ട് നിന്നിട്ടില്ല വേറൊരു പ്രോജക്റ്റിലും. എന്നെ ഏറ്റവും കൂടുതൽ ചാലഞ്ച് ചെയ്ത പ്രോജക്റ്റിൽ ഒന്നാണ് ആട്ടം. ഞാൻ ചെന്നൈയിൽ തിയേറ്റർ ചെയ്ത സമയത്ത് കണ്ടംപററി ഇംഗ്ലീഷ് തിയേറ്ററാണ് ചെയ്തത്. പക്ഷേ ഇവിടെ ആട്ടത്തിൽ ചെയ്ത ഒരു നാടക സീൻസിലെല്ലാം ക്ലാസിക്കൽ മലയാളം തിയേറ്ററാണ്. അപ്പോൾ അതിൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ വ്യത്യസ്തമാണ്. അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇറ്റ് വാസ് ഗ്രേറ്റ്. ആൻഡ് ഇവരെല്ലാവരും ആ സ്പിരിറ്റ് ഓഫ് ലേണിംഗ് ഉണ്ടല്ലോ, അത് നല്ല രസമായിരുന്നു. ഇവരുടെ കൂടെ പഠിക്കാനും ചെയ്യാനും കളിക്കാനും എല്ലാം. ഇപ്പൊ ഈ ഷാജേട്ടൻ നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടോ, നമുക്ക് വേണ്ടി റോളുകൾ ഉണ്ടാവും എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് എൻ്റെ അറിവിൽ ദൃശ്യത്തിന്റെ കഥ ആദ്യമായിട്ട് വായിക്കുന്നത് ഷാജൻ ചേട്ടനാണ്. ഇത് പുറത്തുനിന്ന് ഒരു കാസ്റ്റിംഗ് ആണ്, അതിൻ്റെ ഉള്ളിലുള്ളൊരു അല്ല അങ്ങനല്ല, അതെനിക്ക് അറിഞ്ഞുകൂടാ. ജിത്തുബേദ് മറ്റാരെങ്കിലും കൊടുത്തോന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ ഓർമ്മയിൽ മൈ ബോസിന്റെ ഒരു തീരാറായ സമയത്താണ് എനിക്ക് തരുന്നത്. ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയാണ്, ഷാജനൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒരു അഭിപ്രായം പറയുമെന്ന് പറഞ്ഞ് എനിക്ക് തന്നത്. അപ്പം ഞാനത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിനകത്തുണ്ടോന്നല്ല നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പം നോക്കുമ്പോൾ ഹ്യൂമർ ക്യാരക്ടേഴ്സ് ആരുമില്ല. അപ്പം ഞാനില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് സിനിമയായിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഇത് ഉഗ്ര സിനിമയായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് സഹദേവൻ ഷാജോണായിരിക്കും കേട്ടോ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മളങ്ങനെ ഒരുപാട് തേടി നടന്നിട്ട് കാര്യമില്ല. നമുക്ക് വെച്ചിട്ടുള്ളത് നമുക്ക് തന്നെ വരും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ വീട്ടിൽ മുറിയും പൂട്ടിയിരുന്നിട്ടും കാര്യമില്ല. മനസ്സിലായില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ 100% ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ട് വരുത്താതെ നമ്മൾ കൃത്യസമയത്തൊക്കെ ചെല്ലുക. അതെ, നമ്മൾ ആർക്കും ഒരു ദോഷം ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞ് നമ്മുടെ അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്തിട്ട് പോരുക എന്നുള്ള ആ ഒരു കാര്യം ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ബാക്കി ഈ റിലേഷൻഷിപ്സ് എല്ലാം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വളരെ പുറകോട്ടാണ് ഞാൻ അങ്ങനെ ആരെയും അങ്ങനെ വിളിക്കാറില്ല. റെഗുലറായിട്ട് അങ്ങനെ ആരെയും വിളിച്ച് ഓർപ്പിക്കാറില്ല. അങ്ങനെ വളരെ കുറവാണ്. വളരെ 3-4 പേരെയൊക്കെയാണ് ഞാനൊരു ക്രിസ്മസ് വന്നാലും ഓണം വന്നാലും ഞാൻ സിനിമയിൽ ഞാൻ മെസ്സേജ് ചെയ്യുന്ന ഒരു 4-5 പേരെ ഉണ്ടാവുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മമ്മൂക്കയാണ്, പിന്നെ ഒന്ന് പൃഥ്വിരാജാണ്, പിന്നെ ഒന്ന് ദിലീപേട്ടനാണ്. അങ്ങനെ 4-5 പേരേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം പിന്നെ നമ്മുടെ പണ്ട് മുതലുള്ള നമ്മുടെ മിമിക്രി സുഹൃത്തുക്കളൊക്കെയാണ്. എന്നാൽ എല്ലാവരുമായിട്ടും നമ്മൾ നല്ല സൗഹൃദത്തിലാണ്. ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് വന്നാലും നമുക്കൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നുന്ന ഇങ്ങനെ വളരെ കുറച്ച് പേരോട് ഞാനങ്ങനെ വളരെ പുറകോട്ടാണ്. അതെൻ്റെ ഒരു കുറവ് തന്നെയാണത്. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് നമുക്ക്. പക്ഷെ ഈ ഡയറക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാ അപ്പൊ ഈ ജെല്ല് ഭയങ്കരമായിട്ട് വന്നോളൂ? അല്ല, ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു ആക്ടർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മറ്റു പലരിൽ നിന്ന് ഞാൻ പഠിച്ചത്.
കാരണം നമ്മളെ വിളിച്ച് നമ്മളോട് സംസാരിക്കുന്നു, മനസ്സിലായില്ലേ? ഒരു കോള് തന്നെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതെനിക്ക് മനസ്സിലാവും, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എനിക്കത് ചെയ്യാൻ അറിഞ്ഞുകൂടാന്നുള്ളതാണ്. മനസ്സിലായില്ല? ഇപ്പൊ ജസ്റ്റ് ഒരു മെസ്സേജ്, ഇപ്പോൾ ഒരു ക്രിസ്മസിന് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ഓണത്തിന് ഹാപ്പി വിഷു അല്ലെങ്കിൽ ഹാപ്പി ഓണം എന്ന് പറഞ്ഞിരുമ്പോൾ തന്നെ നമ്മളെ അദ്ദേഹത്തിന് ഓർക്കാനാണല്ലോ. പക്ഷെ എനിക്കത് അറിയാം. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇങ്ങനെയാണല്ലേ ചെയ്യേണ്ടത്. അപ്പം നമ്മളെ ഒന്ന് വിളിച്ചൊന്ന് ഒരു കാര്യം തിരഞ്ഞ് നമ്മൾ ഓർക്കും അടുത്ത ഓർണം വരുമ്പോൾ അയാൾക്ക് നല്ലൊരു വേഷം നമുക്ക് കൊടുക്കണം. അപ്പം ഞാൻ ഓർക്കും, നീ എന്താ ഇത് ചെയ്യാത്തത്, നീ എന്താണ് മറ്റു ഡയറക്ടേഴ്സിനെ വിളിച്ച് ഇത് ചെയ്യാത്തതെന്നോ. അപ്പം ഞാൻ ഓർക്കും അത് വേണോ, അത് എന്തോ എനിക്ക് അതിൻ്റെ ഒരു പുറകോട്ടാണ് ഞാൻ ആ കാര്യത്തിൽ. പക്ഷെ അത് വേണ്ടതാണ് കേട്ടോ, അതൊരു വലിയ കഴിവാണത്, വലിയ കഴിവാണ്. ചില സിനിമകൾ കഴിഞ്ഞ് പോകുമ്പം ചില ഡയറക്ടേഴ്സ് നമ്മുടെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, അയാളെ ഇനി മേലാൽ നോക്കൂ, എൻ്റെ ഒരു സിനിമയിൽ ഞാൻ അയാളെ അടുപ്പിക്കുകയല്ല എന്ന് പറയും ചില ഡയറക്ടേഴ്സും റൈറ്റേഴ്സും. അടുത്ത പടത്തിൽ ആദ്യം വിളിക്കുന്ന അദ്ദേഹത്തെ ആയിരിക്കും. അപ്പം ഞാൻ നിങ്ങളന്ന് എന്താ പറഞ്ഞു, അതെന്തൊരു ഇതാണ്. പക്ഷെ അത് കഴിഞ്ഞ് പുള്ളി സംസാരിച്ചു, സോറിയൊക്കെ പറഞ്ഞു. ഇപ്പം ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. അപ്പം ഞാൻ ഓർത്ത അതൊരു വലിയ കഴിവാണ്. നമ്മളൊരു ആക്ടറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. സിനിമയ്ക്ക് അത് മസ്റ്റാണ്. അത് മാത്രം പോരാ. അതെ അതെ അതെ, ശരിയാണ്. അതൊരു വലിയ കഴിവാണ്, അത് വേണം. അത് അയ്യോ, ഇത് ഷാജോൻ ചേട്ടൻ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ എന്താ പറയുക, മമ്മൂക്കായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടല്ലോ ഷാജോൻ ചേട്ടന്റെ. അപ്പോൾ ഈ ജോണി ആന്റണിനെ കുറിച്ച് മമ്മൂക്ക പറഞ്ഞു, അതായത് എന്നെ ഭയങ്കരമായിട്ട് കൊണ്ടടക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ആക്ടേഴ്സിന് എല്ലാവർക്കും ഈ പാമ്പറിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പറഞ്ഞ പോലെ അങ്ങനെ ഈ രീതിയിൽ എങ്ങനെ നോക്കണേ, ആക്ടേഴ്സിന് ഭയങ്കര ഇഷ്ടം അല്ലെങ്കിൽ വേണ്ട ഒരു സംഭവമാണ് ഈ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുക. അത് ആർക്കും ഇഷ്ടമല്ലാത്തേ. നമ്മളെ ഒരാൾ അല്ല കുറേ പേര് നമ്മളെ ശ്രദ്ധിക്കുന്നു, നമ്മളെ ടേക്ക് കെയർ, നമ്മളെവിടെയെങ്കിലും ചെല്ലുമ്പോൾ കുറേ പേര് കൊണ്ട് വരൂ ഇരിക്കും എന്നൊക്കെ പറയും. അത് ആർക്കും ഇഷ്ടമല്ലാത്തത്. അതില്ലെങ്കിലല്ലേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. നമുക്കെ സംബന്ധിച്ച് നമുക്ക് അത് ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് തന്നെ അത് പറയും. കാര്യം നമുക്കതിൻ്റെ അടുത്ത് പോയി സംസാരിക്കണം. താപ്പാന എന്ന് പറയുന്നൊരു സിനിമയുടെ തോന്നുന്നു ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നു. താപ്പാനയ്ക്കൊക്കെ ഷൂട്ടിങ്ങിൽ ഇല്ലെങ്കിലും എന്നെ വിളിച്ചു വരുത്തും, ലൊക്കേഷനിൽ വിളിച്ചു വരുത്തിട്ട് അവിടെ ഇരിക്കുന്ന പറഞ്ഞാൽ അവിടെ ഇരുത്തും, നമുക്ക് അവിടെ ഭക്ഷണം കഴിപ്പിക്കും. അതിപ്പോഴും നമുക്ക് അങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ എല്ലാവരും അത് തന്നെ. ഇപ്പോൾ അസീസൊക്കെ ആണെങ്കിലും പറയുന്നത് തന്നെയല്ലേ, അസീസിനെ ഒന്നൊരു ഷൂട്ടിലെങ്കിലും ലൊക്കേഷൻ കൊണ്ട് വിളിച്ചു വരുത്തും. നമുക്ക് എങ്ങനെയാണ് ഒരുപാട് സംസാരിക്കണം, നമുക്ക് തമാശകൾ പറയണം, നമുക്ക് ചിരിക്കണം, അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ ബീങ് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സ്ട്രഗിളുകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും ഒരു സിനിമയിലൂടെ അസോസിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. സോ ഈ പറഞ്ഞ പോലെ അങ്ങനെ നഷ്ടബോധങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് അസോസിയേറ്റ് ചെയ്യാണ്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് ഈ പറയുന്നത് പോലെ നമ്മളെ പ്ലാൻ ചെയ്തിട്ട് മാറിപ്പോയ സിനിമകളൊക്കെ ഉണ്ട്. കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന സിനിമയിൽ വാസു എന്ന് പറയുന്ന സായിച്ചേട്ടൻ ചെയ്ത ക്യാരക്ടറുണ്ട്. ഞാനത് ഇന്റർവ്യൂലൊന്നും പറയാത്തതാണ്, പക്ഷെ ചോദിച്ചോന്ന് പറയുന്നത്. അത് ഞാൻ ചെന്ന് എൻ്റെ മേക്കപ്പ് ടെസ്റ്റ് വരെ കഴിഞ്ഞതാണ്. കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്നത് സിനിമയിൽ. അപ്പം അന്ന് ഞാൻ പട്ടണം റഷീദൊക്കെ ആയിരുന്നു മേക്കപ്പ്. അപ്പം ദിലീപേട്ടൻ പറഞ്ഞിട്ടാണ്, ഞാൻ ശശാങ്കർ സാറായിരുന്നു എൻ്റെ ഡയറക്ടർ. ഞാൻ പോയി കണ്ടു, ബെന്നിച്ചേട്ടനാണ് റൈറ്റർ. അപ്പം ശശാങ്കർ സാറിന് എന്നെ കണ്ട ഉടനെ എൻ്റെ ആദ്യം പേര് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല. എന്നെ കണ്ടപ്പം അദ്ദേഹം പറഞ്ഞു, ഇയാളായിരുന്നു, ഇയാളെ എനിക്ക് അറിയാനോ, ഇത് ഓക്കെയാണ്, ഇയാൾ ഓക്കെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ദിലീപേട്ടനെ വിളിച്ച് പറഞ്ഞു. അപ്പം റഷീദ് വന്നിട്ട് എൻ്റെ മേക്കപ്പ് കാര്യങ്ങളെല്ലാം അതൊന്നും എടുത്തു. കോസ്റ്റ്യൂമർ വന്ന് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നോക്കി, ഇതിൻ്റെ അളവും എല്ലാം എടുത്തു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തോ വിളിയൊന്നും വന്നില്ല. അപ്പോഴാണ് ഞാൻ ദിലീപേട്ടനെ വിളിച്ച് ചോദിച്ചപ്പോൾ അതിനൊരു ചേഞ്ച് വന്നതാ, കുഴപ്പമില്ല, നമുക്ക് വേറെ ഏതെങ്കിലും പടത്തിൽ പിടിക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാനങ്ങനെ ഒരുപാട് സങ്കടപ്പെടുന്ന ഒരാളല്ല കേട്ടോ. ഞാനങ്ങനെ അത് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരാളല്ല. എനിക്ക് കുറച്ച് ദിവസം ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് റഷീദൊക്കെ വന്നിട്ട് എന്നെ സായിച്ചേട്ടൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു, ആ ഗെറ്റപ്പ് ഫോട്ടോ. അപ്പം എനിക്ക് തോന്നി ഇത് സായിച്ചേട്ടൻ തന്നെ ചെയ്യേണ്ട ക്യാരക്ടറാണെന്ന് തോന്നി. കാര്യം ആ ഒരു ഗെറ്റപ്പ്, ആ ഒരു പടം കണ്ടപ്പം കൺഫേം ചെയ്ത. ഞാൻ ചെയ്തിരുന്നെങ്കിൽ അത് വേറെ സ്റ്റൈലായിപ്പോൾ. എന്നെ സായിച്ചേട്ടനെ കാണാത്തതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ സായിച്ചേട്ടൻ ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് മനസ്സിലാവും, അയ്യോ ഇത് സായിച്ചേട്ടൻ തന്നെ ചെയ്യേണ്ടതാണെന്ന് എനിക്കന്ന് തോന്നി. അതൊക്കെയാണ് നമ്മളെ പ്ലാൻ ചെയ്ത്. പിന്നെ ഒരുപാടുണ്ടാവാം, നമ്മൾ അറിയുന്നില്ലല്ലോ. ഞാൻ അറിഞ്ഞൊരു കേസ് ഇതാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് അങ്ങനെ പറയുന്ന ഒരാളല്ല. നമുക്ക് വരാനുള്ളത് വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെപ്പറ്റി അങ്ങനെ നമുക്ക് പോയ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊന്നും ഓർത്ത് അങ്ങനെ വിഷമിക്കുന്ന ഒരാളാണ്. അങ്ങനെ റിഗ്രറ്റും ഇങ്ങനെ നഷ്ടബോധം എനിക്കും തോന്നാറില്ല. കാരണം നമുക്ക് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വഴി വരും, അതിന്റെ പേഷ്യൻസ് നമുക്ക് വേണം. അത് അത്രേ ഉള്ളത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ളത്. അല്ല, ഞാനൊന്നും ജന്മത്തിൽ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്.
നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആൾക്കാരുടെ ഒരു സ്നേഹം, ഓരോ സിനിമകളുടെ കാര്യങ്ങൾ നമ്മളോട് പറയുന്നു, ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെ ഞാനൊക്കെ എന്താണ്, ഞാൻ 150 രൂപയ്ക്ക് 200 രൂപയ്ക്കൊക്കെ മിമിക്രിയും പറഞ്ഞ് നടന്ന ഒരാളാണ്, മനസ്സിലല്ലേ? അപ്പം നമുക്ക് ഇത്ര നല്ല ഹോട്ടലിൽ നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല വണ്ടി, നമ്മൾ പോലും നോട്ട് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ അവര് നോട്ട് ചെയ്യുന്നു. അത് നമ്മളെ സ്നേഹിക്കുന്ന കുറെ പേര് നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുമ്പോൾ നമ്മളെ ഫോൺ ചെയ്തോ നമ്മളെ മെസ്സേജ് ചെയ്തോ അറിയിക്കുന്നു, അത് മോശമായിപ്പോട്ടോ, അത് വേണ്ട, ഇനി അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യരുത്, അല്ലെ ഇങ്ങനെ അങ്ങനെയുള്ള സിനിമകൾ ചെയ്യരുത്. നമ്മൾ അറിയാത്ത എത്രയോ പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ വലിയ അനുഗ്രഹങ്ങളല്ലേ. ഇപ്പൊ നമുക്ക് നമ്മളോട്ട് വരും, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ദൈവം നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുള്ളൂ. ഇപ്പോൾ ഈ ആട്ടം കഴിഞ്ഞ് തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇപ്പോൾ ഫെസ്റ്റിവലിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരേപോലെ ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്നാണ് എല്ലാവരും ഇത്. കാരണം ആൾക്കാർ തറയിലിരുന്ന് കാണുന്നു, അല്ലെങ്കിൽ നിന്നുകൊണ്ട് കാണുന്നു, അത്ര എൻഗേജിങ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കേൾക്കുമ്പോൾ ഭയങ്കര അധികം പാക്ഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു, അതോ ഈ പറഞ്ഞ സ്പോട്ട് ഇംപ്രൈസേഷൻസ് ഉണ്ടായിരുന്നു? ശരിക്കും ചില സ്ഥലത്ത് സ്പോട്ട് ഇംപ്രവൈസേഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ബാക്കിയെല്ലാം മിക്കതും സ്ക്രിപ്റ്റഡ് ആണ്. അദ്ദേഹം ഫുൾ അത് എന്താണ് എല്ലാം പ്ലാൻ ചെയ്ത് വന്നത്. ഫസ്റ്റ് നമ്മുടെ അടുത്ത് വന്ന് സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആനന്ദ് ഇതിനു വേണ്ടി എന്തോരം പണിയെടുത്തിട്ടുണ്ടെന്ന്. പക്കയായിരുന്നു എല്ലാ ഡയലോഗ്സ് വിത്ത് സീൻസ്, ആർട്ടിസ്റ്റുകളുടെ എല്ലാം വിത്ത് സ്കെച്ച്, കോസ്റ്റ്യൂം, കാര്യങ്ങൾ, ഓരോ സീനിൻ്റെയും കോസ്റ്റ്യൂം ഇങ്ങനെ ആയിരിക്കണം, എല്ലാം പക്ക ഒരു പ്രൊഫഷണലിസം ഉണ്ട്. മനസ്സിലായില്ല ആനന്ദിൻ്റെ ഒരു ക്വാളിറ്റി, എനിക്കതാണ് തോന്നിയത്. പിന്നെ നമ്മളോട് പറയും ചില ഇതാണ് ഡയലോഗ്, ഇതെങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക് എന്ന് പറയുമ്പോൾ ചില ഡയലോഗ്സ് മാറുമ്പോൾ അദ്ദേഹം പറയാല്ലേ അത് തന്നെ പറയണം ചേട്ടാ, എന്നാലും അതിൻ്റെ മീനിങ് കിട്ടുള്ളൂ എന്ന് പറയും. നമ്മളെ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നൊരു ഡയറക്ടർ ഒരുപാട് നല്ലതാണ് കേട്ടോ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് നല്ലതാണ്. കാര്യം ചിലരുണ്ട്, ചില ക്യാരക്ടേഴ്സിന് കുറച്ച് നമ്മളെ അഴിച്ചു വിടണം, എന്നാലും ചില ഹ്യൂമർ വേഷങ്ങളൊക്കെ ചെയ്യുമ്പം നമുക്കത് നല്ലതാണ്. പക്ഷെ ചില ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്യാത്ത ടൈപ്പ് ക്യാരക്ടർ, പ്രത്യേകിച്ച് ഈ ആട്ടത്തിലെ ക്യാരക്ടേഴ്സൊക്കെ പോലെ വരുമ്പം നമ്മളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, നല്ലത്. ദൃശ്യത്തിലൊക്കെ കൺട്രോൾഡ് ആയിരുന്നു പിന്നെ തീർച്ചയായിട്ടും ദൃശ്യത്തിൽ ഞാൻ ഫുള്ള് ജിത്തുബായുടെ കയ്യിൽ കൊടുത്തില്ല. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എനിക്കൊരു പിടുത്തമില്ല, ഞാൻ ഇങ്ങനത്തെ ഒരു വേഷം ചെയ്തിട്ടില്ല, നിങ്ങളുടെ കയ്യിൽ ഞാൻ വിട്ടേക്ക്, എന്നോട് ഒരു കുഴപ്പമില്ല ഷാണ, നമുക്ക് ഒരു പ്രശ്നം. അപ്പം ഞാൻ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഞാൻ ഇങ്ങനെ ജിത്തുബായിലെ ഞാൻ ഇങ്ങനെ പുള്ളി ഇങ്ങനെ മോണിറ്റർ നോക്കിയിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പുള്ളിയുടെ മുഖത്തോടൊന്ന് ഞാൻ മോണിറ്റർ എടുത്തിട്ട് പോകത്തില്ല. അതെ, ഞാനത് പോകത്തില്ല. എന്നോട് മുന്നേ വന്ന് ഡയറക്ടറോ ആരെങ്കിലും ഒന്ന് കണ്ടു നോക്കുക, അതൊന്നും എങ്ങനെ ഉണ്ടോ നോക്കുന്നു ഒന്ന് പറഞ്ഞാലേ ഞാൻ പോകുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മോണിറ്ററിന് എടുത്തിട്ട് പോത്തേ ഇല്ല ഞാൻ. അപ്പം ഞാൻ ഇങ്ങനെ ജിത്തുബായുടെ മുഖത്തോട്ട് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും. ജിത്തുബ ഇങ്ങനെ നോക്കിയിട്ട് നോക്കിയിട്ടു ഇങ്ങനെ കാണിക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനമാവുന്നത്. അത് അവരിലുള്ളൊരു വിശ്വാസമാണ്. കാരണം നമുക്കറിയാം ഇത് നമ്മുടെ കയ്യിലല്ല, നമ്മുടെ റൂട്ടല്ല, നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് അല്ല, നമുക്കറിയാം ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് വലിയ ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ബ്രദേഴ്സിൽ കുട്ടിയുടെ ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പോൾ ഒരു പൊടിക്കായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് ഓവർ ദി ടോപ്പായി പോകാൻ. അപ്പൊ എങ്ങനെ ഈ ആസ് എ ഡയറക്ടർ നോക്കുമ്പോൾ അത് നമ്മൾ തന്നെ എഴുതിയ ക്യാരക്ടേഴ്സ് ആണല്ലോ അതിനകത്തല്ല, അതൊരു വലിയ സുഖമാണത്. അപ്പം നമ്മളത് എഴുതിയിട്ട് നമ്മൾ അവരത് ചെയ്ത്, പിന്നെ കുട്ടേട്ടൻ്റെയൊക്കെ ഒരു ഇത് നമുക്കറിയാം, അതിൻ്റെ ഒരു എങ്ങനെയാണ് അവർ ഇത് കുട്ടേട്ടനത് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം നമ്മളത് കുട്ടേട്ടന് പറയും, കുട്ടേട്ടൻ അത് ഇങ്ങനെ ചെയ്ത് നന്നാവില്ലെന്ന് ചോദിക്കും. കുട്ടേട്ടൻ പറയാം ഞാൻ ഒന്ന് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞു കുട്ടേട്ടൻ്റെ സ്റ്റൈല് കാണിക്കും. പിന്നെ നമ്മളങ്ങ് അഴിച്ചു വിടുക എന്നുള്ളതേ ഉള്ളൂ. അവർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരല്ല, അവരൊന്നും പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കുട്ടേട്ടൻ ഇതാണ് വേണ്ടത്, ബസ് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ വരും, കുട്ടേട്ടനായിരിക്കും നിൽക്കുന്നത്, അപ്പോൾ ഇന്നാണ് പരിപാടി എന്ന് പറഞ്ഞ് കൊടുത്താൽ പിന്നെ അതങ്ങ് പൊളിച്ചോളും. അവരൊന്നും പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യങ്ങളില്ല. ഈ ഒരു ഇൻഡ്യൂഷൻ തന്നെയാണ് കോട്ടയം നസീറയ്ക്ക് അങ്ങനത്തെ ഒരു. പിന്നെ തീർച്ചയായിട്ടും, കാരണം നസീർക്കയുടെ പേര് പറഞ്ഞത് രാജുവാണ്, പൃഥ്വിരാജാണ് പറഞ്ഞത്, ചേട്ടാ നമുക്ക് നസീർക്കാനൊന്ന് ട്രൈ നോക്കിയാൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും, കാരണം നമ്മളങ്ങനെ ഒപ്പം നടക്കുന്ന ആളുകളായിരുന്നു, നമ്മൾ ആ ഒരു പക്ഷെ അങ്ങോട്ട് ചിന്തിക്കത്തില്ല. അപ്പോൾ രാജുവാണ് പറഞ്ഞത് നമുക്ക് നസീർക്കനെ കൊണ്ടത് ചെയ്യിപ്പിക്കുക എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. രാജു അതിനകത്ത് ആകെപ്പാടെ രണ്ട് സജഷൻസ് 2 പേരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് എഡിറ്ററാണ് അഖിലേഷ് മോഹൻ, അവനാണ് ഇപ്പോൾ എമ്പുരാനൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പം ആനിമൽ എന്ന് പറയുന്ന പടത്തിൻ്റെ ഒക്കെ ഫൈറ്റ് എഡിറ്ററെല്ലാം അവനാണ്, അഖിലേഷ് മോഹനാണ്. പിന്നെ പറഞ്ഞ നസീർക്കയുടെ പേരാ. ഈ 2 പേരെ പറഞ്ഞിട്ടുള്ളത്. ഈ ഫാമിലി മാനിലൊക്കെ ഉണ്ടല്ലോ, ഫാമിലി ഭയങ്കര ട്വിസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു റോളാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫാമിലി മാൻ പിന്നീട് പലരും കാണുന്നു, ഇപ്പോൾ സീസൺ 2ഉം 3 ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ശരിക്കും അവരുടെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഭയങ്കര എന്താ എക്സൈറ്റിംഗ് കോംബോ ഈ 2 ഡയറക്ടേഴ്സും. തെലുങ്കില് തുടങ്ങി പിന്നീട് രാജൻ അല്ലേ, അത് എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് സെറ്റിൽ കയറുന്ന ആ പ്രോജക്റ്റിലൂടെയാണ്. സെറ്റിൽ അവിടെ ഒരു ക്രൂ തന്നെ ഒരു 250 മെമ്പേഴ്സ് ഉണ്ട്. അത്രയും വലിയ ക്രൂ ആണ്. അപ്പോൾ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഞാൻ കുറച്ച് ഓവർവെൽംഡ് ആയിരുന്നു. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാം പ്രൊഫഷണൽസ് ആയിരുന്നു. ഒരു 10-12 വർഷം എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽ ആക്ടേഴ്സ്. ആൻഡ് മനോജ് ബാജ്പേയിയുടെ കൂടെ 2-3 സീൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഹീ സോ ഹംബിൾ, ലൈക്ക് നന്നായിട്ട് നമുക്ക്
നമുക്ക് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തോന്നും. നമ്മളെ അയാൾ ചെറുതാക്കില്ല. ലൈക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായാലും ഇമ്പോസ് ചെയ്യാറില്ല ഒരിക്കലും. അന്ന് നമ്മളോട് തന്നെ ചോദിക്കും, ഇതിങ്ങനെ ചെയ്താൽ ഈ രീതിയിലെടുത്താൽ വേറെ ഏതെങ്കിലും നമുക്ക് റെസ്പോൺസ് നോക്കാം. അങ്ങനെയാണ്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ശരിക്കും. ഈ ഇന്ത്യ ലോക്ക്ഡൌൺ സംഭവം എങ്ങനെയായിരുന്നപ്പോൾ 2 സീരീസ് ആണല്ലോ. എന്താ ശരിക്കും സീരീസ് ആൻഡ് സിനിമയുടെ പ്രോസസ് ഡിഫറെന്റ്? അത് ഡയറക്ടർ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ടർ. ആൻഡ് അത് ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്, അത് അവർ ഏത് ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അതായിരിക്കും എൻ്റെ അപ്രോച്ച്. പക്ഷേ ഇന്ത്യ ലോക്ക്ഡൗൺ കുറച്ചുകൂടെ ഇമോഷണൽ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു. അതെ. പിന്നെ ഫാമിലി മാൻ അത് ത്രില്ലർ ആയിരുന്നു, സസ്പെൻസ് എലമെന്റ്സ് ഉള്ള. ഇപ്പൊ ഈ ആട്ടം ജനുവരി 5-നാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. ഒരുപാട് അപ്രിസിയേഷൻ ഇപ്പൊ തന്നെ പല ഭാഗത്തു നിന്ന് കിട്ടി. കേട്ടൊരു ഭയങ്കര ബെസ്റ്റ് അപ്രിസിയേഷൻ എന്താ ശരിക്കും ഈ വർക്കിന് കൈ കൊടുത്ത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് അപ്രിസിയേഷൻ? അല്ല, എല്ലാരും പറയുന്നത് ഇത് ഒരാളെ കുറിച്ചല്ല ഈ സിനിമ കഴിയുമ്പോൾ പറയുന്നത്. ഇതിന്റെ കോർ തീമും അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊരു വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ. അങ്ങനെ ചില സിനിമകൾ കാണുമ്പം നമ്മളെ വിളിച്ച് പറയുമ്പോൾ ഷാജോൺ നന്നായിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ മറ്റേ ആൾ നന്നായിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ട്, ഇങ്ങനെ പറയാം. ഇത് പറയുന്ന സിനിമ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത ടൈപ്പ് ഒരു സിനിമയാണ് എന്നാണ് ആൾക്കാർ പറയുന്നത്. പിന്നെ ആരെക്കുറിച്ചും ഒരു മോശം അഭിപ്രായം പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചോ, അല്ലെങ്കിൽ മ്യൂസിക് പോരാന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും. ഇതുവരെ വന്നിട്ടുള്ള 40 റിവ്യൂല് ഒരു മോശകാര്യവും നമുക്ക് ഒരു നെഗറ്റീവ് ആരും പറഞ്ഞിട്ടില്ല, ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ വളരെ റയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. 9 ആക്ടേഴ്സിന്റെ ഡെബ്യൂ ആണ്. പക്ഷെ അവരെല്ലാരും നന്നായിട്ട് ഭയങ്കരമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 10-20 വർഷമായിട്ട് സ്റ്റേജിൽ കിടന്ന് പൊളിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഇങ്ങനെ ഒരു ചാൻസിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതാണ് അവരുടെ മാക്സിമം. ഇപ്പം ഈ പറയുന്ന പോലെ ഇപ്പം ഞങ്ങൾ കുറച്ച് പേരെയൊക്കെ മുഖപരിചയം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഫോട്ടോയൊക്കെ വെച്ച് നമ്മളെ കുറിച്ച് പറയുന്നത്. സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരെ കുറിച്ചായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. അത്രയ്ക്ക് ഉഗ്രൻ ആർട്ടിസ്റ്റാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര റൂട്ട്. കാരണം പല സ്ഥലത്തു നിന്നുള്ളവരാണ്, അവരുടെ പല സ്ലാങ്ങുകൾ അല്ലെങ്കിൽ അവരുടെ പല ഫ്ലേവേഴ്സ് അതിനകത്തുണ്ട് എന്നുള്ള ഇത്. അപ്പോൾ ജനുവരി 5-ന് ആട്ടം തിയേറ്ററിലേക്ക് എത്താണ്. എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പോൾ ഇനി ഒരുപാട് ചിത്രങ്ങളിലൂടെ ഷാജേട്ടനാണെങ്കിലും സെറീനയാണെങ്കിലും ഞങ്ങളെ വിസ്മയിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു സോ മച്ച്.